അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളാണ് വായിക്കുന്നത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, 11 വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻ്റായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇക്കാനോടും ഇത്താനോടും 3 പ്രാവശ്യം നേരത്തെ പോസിറ്റീവായെങ്കിലും അത് അബോർഷൻ സംഭവിച്ചു. ഇത് നിലനിർത്തി തരാൻ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ എന്നും നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. 6 വർഷത്തിന് ശേഷം വീണ്ടും പോസിറ്റീവായത്. IVFിലേക്ക് പോകാൻ തീരുമാനിച്ചിടത്തു നിന്നാണ് ഇത്. ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാൻ്റെ അടുത്ത് പോയിരുന്നില്ല. അങ്ങനെ ഇക്കാനെ ഒന്ന് നേരിൽ കാണാം, എല്ലാം പറയാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഞാനും ഭർത്താവും കൂടി പോയി ഇക്കാനെയും ഇത്താനെയും കണ്ട് മണിക്കൂറുകളോളം അന്ന് സംസാരിച്ചു. മനസ്സിലെ എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. അന്ന് ഇക്കയും ഇത്തയും കൂടി നല്ല രീതിയിൽ മോട്ടിവേഷൻ തന്നു. IVFിലേക്ക് പോകും മുന്നേ 3 മാസം കൃത്യമായി ഫോളോ ചെയ്യാൻ ഒരു ചാർട്ട് എഴുതി തന്നു. രാവിലെ ഉണർന്ന മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഫോളോ ചെയ്യാനും എനിക്കാവുന്നത് പോലെയൊക്കെ ഞാൻ ഫോളോ ചെയ്തു. 2 മാസം ശരിയായി പോയിരുന്നു. പിന്നെ നോമ്പ് വന്നു, എങ്കിലും ആവുന്ന രീതിയിൽ ചെയ്തു. ഞാൻ ചെയ്തത് ഉണക്കമുന്തിരി, അത്തിപ്പഴം കുതിർത്തി വെച്ച് കഴിച്ചു, ബദാം വെള്ളത്തിലിട്ട് വെച്ച് കഴിച്ചു, യോഗ ചെയ്തു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മധുരക്കിഴങ്ങ്, മുത്താറി, ഓട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി, അരിഭക്ഷണം കുറച്ച്. ഇതിൻ്റെ കൂടെ ഇക്ക ഗ്രൂപ്പിൽ പറഞ്ഞു തന്ന ആത്മീയപരമായ കാര്യങ്ങളും ചെയ്തു. സൂറത്തുൽ ഫത്ത്ഹ് ഓതിയിരുന്നു. എല്ലാവരും പറയുന്നത് ശരിക്കും ഫോളോ ചെയ്തു നോക്കി. മാറ്റം നമ്മൾ പോലും അറിയാതെ നമ്മെ തേടി വരും. ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവുകയാണ്. അസ്സലാമു അലൈക്കും. അടുത്ത കമൻറ്റ് ജിബി നൗഷാദ് എന്ന ഐഡിയിൽ നിന്നുള്ളതാണ്. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇതുപോലെ ഒരു കമൻ്റ് ഇടാൻ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. മോൾക്ക് ഇപ്പോൾ 9 വയസ്സായി. 5 വർഷമായി PCOD ഉണ്ടായിട്ട്. ഞാനും ആദ്യം എങ്ങനെ പ്രഗ്നൻ്റ് എന്നാണ് നോക്കിയത്. പക്ഷേ ഇക്കാൻ്റെ ചാനൽ കണ്ടപ്പോഴാണ് ആദ്യം തടസ്സങ്ങൾ മാറ്റണമെന്ന് മനസ്സിലാക്കിയത്. ഒരുപാട് ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. വെയിറ്റ് കുറച്ചു, നോൺ വെജ് കുറച്ചു, എക്സസൈസ് ചെയ്തു, അങ്ങനെ കുറേ. എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടാതായപ്പോഴാണ് അതിലേറെ പ്രധാനം മനസ്സിൻ്റെ ആരോഗ്യത്തിനാണെന്ന് മനസ്സിലാക്കിയത്. ടെൻഷന് പാടെ ഒഴിവാക്കി. എന്തു വന്നാലും അത് നല്ലതിനാണെന്ന് ചിന്തിച്ചു. ടിപ്സുകൾ എന്നെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് ഉറപ്പിച്ചു. അൽഹംദുലില്ലാ, ഹസ്ബൻഡ് വന്ന ആദ്യ മാസം തന്നെ റിസൾട്ട് കിട്ടി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. മറ്റൊരു കമൻറ്റ്, അൽഹംദുലില്ലാ, 18 വർഷത്തിന് ശേഷം എനിക്കും ഒരു മോളെ കിട്ടി. IVF ചെയ്ത് ഫെയിലായി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇക്കയുടെ ചാനൽ കണ്ടു തുടങ്ങിയത്. ടിപ്സുകൾ ഫോളോ ചെയ്തു. മറ്റ് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെയാണ് പ്രഗ്നൻ്റ് ആയത്. അൽഹംദുലില്ലാ, ഇന്ന് മോൾക്ക് 2.5 വയസ്സ്. ഇക്കാക്കും ഫാമിലിക്കും വേണ്ടി എന്നും ദുആ ചെയ്യാറുണ്ട്. മക്കളില്ലാത്ത വേദനിക്കുന്ന എല്ലാവർക്കും ഹൈറായ മക്കളെ കിട്ടട്ടെ. ഇന്നലെ വന്ന ഒരു മെസ്സേജാണിത്. മറ്റൊരു സക്സസ് സ്റ്റോറി. അൽഹംദുലില്ലാ, ഞാനും പ്രഗ്നൻ്റായി. താങ്ക് യു ഇക്ക. ഇക്കാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് വേണ്ടി ഒരുപാട് അറിവുകൾ പറഞ്ഞു തരുന്ന ഇക്കാക്ക് ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എനിക്ക് ഇത് 2ാമത്തെ പ്രഗ്നൻസിയാണ്. 7 വയസ്സുള്ള ഒരു മോളുണ്ട്. ഈ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിട്ട് 1 വർഷമാവുമ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. AMH ഹൈ ആയിരുന്നു. PCOD ടിപ്സുകൾ ഫോളോ ചെയ്തു, മാറ്റിയെടുത്തു. ഗ്രൂപ്പിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നു. എന്ത് സാഡ്നെസ് വന്നാലും അതിനെ മറികടക്കാൻ, ഹാപ്പിയായിരിക്കാൻ എപ്പോഴും ശ്രമിച്ചു. ഇക്കാടെ അടുത്ത് ക്ലിനിക്കിൽ പോയിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ കഴിയട്ടെ. സ്വാലിയായ മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്, ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവുകയാണ്. എൻ്റെ ദുആയിൽ എന്നും നിങ്ങളെല്ലാവരും ഉണ്ടാകും.